അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജോസഫ് അച്ഛൻ വിഷയാനാവൂലേ? ആ. വാ, ഞാൻ കാണിച്ചു തരാം. ജോസഫ് അച്ഛാ, അച്ഛനെ വിഷയാന്റെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അച്ഛാ, ഹാപ്പി ഫീസ്റ്റ് ഡേ. വിയാനി പുണ്യാന്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസിക്കുന്നു കേട്ടാ. എന്നെ മനസ്സിലായ? ഞാൻ പഴയ ഓൾട്ടർ ബോയ ആന്റണി. എന്താലേ, ഇപ്പൊ ഇന്ന് തന്നെ 48ാമത്തെ ആളെ വന്ന് വിഷ് ചെയ്യുന്നേ. നമ്മളെന്നും വിഷ് ചെയ്യാൻ ആരുമില്ലേ? അച്ഛാ, ഹാപ്പി ഫീസ്റ്റ് ഡേ. ഓ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കും. അച്ഛാ, ഞാൻ പതുക്കെ നീങ്ങ. അപ്പൊ ഇനി പിന്നെ കാണാം. ഓക്കെ. അല്ല, എന്താ ജോസഫ് അച്ഛൻ ഇത്ര ഇഷ്ടം? സത്യം പറയാലോ അച്ഛാ, ജോസഫ് അച്ഛൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏതാണ്ട് വിയാനി പുണ്യാളിനെ പോലെ തന്നെയായിരുന്നു. അച്ഛൻ കുറേ നേരം പ്രാർത്ഥിക്കും, കുറേ നേരം ഇരുന്ന് കുമ്പസാരിപ്പിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് തന്നെ ഈ അച്ഛൻ അവിടെ വികാരിച്ചനായിട്ട് വന്നതിന് ശേഷം. കുറേ പേരെ അച്ഛൻ കയ്യിൽ നിന്ന് പൈസ എടുത്ത് സഹായിച്ചിട്ടുണ്ട്. അച്ഛനൊരു കാര്യം അറിയാം, എൻ്റെ അപ്പനൊരു തെങ്ങേറ്റക്കാരനായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങനൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനാ. ഓക്കെ അച്ഛാ. എൻ്റെ ഈശോയെ, സെമിനാരി കാലഘട്ടം മുതൽ ഞാൻ സ്വപ്നം കാണുന്നതാ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ വിശുദ്ധിയുള്ള ഒരു വൈദികനാകാൻ. എന്നെ സഹായിക്കണം കേട്ടോ. പുണ്യാള, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. സത്യം പറയാലോ അച്ഛാ, ജോസഫ് അച്ഛൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏതാണ്ട് വിയാനി പുണ്യാളിനെ പോലെ തന്നെയാ. മരിക്കുവോളം നീയൊരു മഹോന്നതൻ, മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. മരിക്കുവോളം നീയൊരു മഹോന്നതൻ,